ഇന്നത്തെ മൈക്രോസോഫ്റ്റ് ഓഫീസ് വേഡ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു പാരഗ്രാഫ് ജസ്റ്റിഫൈ അലൈൻമെന്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ വേർഡുകൾക്കിടയിൽ അധികം സ്പേസുകൾ വന്നിട്ടുള്ളതായിട്ട് നമുക്ക് കാണാം. നമുക്ക് കൊടുത്തു നോക്കാം. ഇപ്പോൾ നമ്മൾ ലെഫ്റ്റ് അലൈൻ ആണ് കൊടുത്തിരിക്കുന്നത്. ജസ്റ്റിഫൈ കൊടുക്കുമ്പോൾ രണ്ട് സൈഡും നമുക്ക് ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും പാരഗ്രാഫിന്റെ ഒരേപോലെ അലൈനായിട്ട് വന്നിട്ടുണ്ടാവും. അതിനായിട്ട് നമുക്ക് അതിൽ വേർഡുകൾ തമ്മിലുള്ള സ്പേസ് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് അങ്ങനെ വരുന്നത്. നമുക്ക് ഈ അധികം വന്നിട്ടുള്ള സ്പേസിനെ എങ്ങനെയാണ് ഒഴിവാക്കാന്ന് നോക്കാം. അതിനായിട്ട് ഓഫീസ് ബട്ടണിലേക്ക് കഴ്സർ കൊണ്ടുപോവാം. ഓഫീസ് ബട്ടണിൽ നമ്മൾ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം വേർഡ് ഓപ്ഷൻ എടുക്കാം. വേർഡ് ഓപ്ഷൻ എടുത്തിട്ട് അഡ്വാൻസ്ഡ് ടാബ് ക്ലിക്ക് ചെയ്യാം. അഡ്വാൻസ്ഡ് ടാബ് ക്ലിക്ക് ചെയ്തിട്ട് താഴേക്ക് സ്ക്രോൾ ചെയ്ത് വരിക. അവിടെ നമുക്ക് ലേഔട്ടിന്റെ ഓപ്ഷൻ കാണാം. ലേഔട്ട് ഓപ്ഷൻ എടുക്കാം. ലേഔട്ട് ഓപ്ഷൻ എടുക്കാം. ലേഔട്ട് ഓപ്ഷൻ എടുത്തിട്ട് ഡോണ്ട് എക്സ്പാൻഡ് ക്യാരക്ടർ സ്പേസസ് ഓൺ എ ലൈൻ ദാറ്റ് എൻഡ്സ് വിത്ത് ഷിഫ്റ്റ് റിട്ടേൺ അത് ഓൺ ആക്കിയിടാം. ഡോണ്ട് എക്സ്പാൻഡ് ക്യാരക്ടർ സ്പേസസ് ഓൺ എ ലൈൻ ദാറ്റ് എൻഡ്സ് വിത്ത് ഷിഫ്റ്റ് റിട്ടേൺ. ഓക്കെ കൊടുക്കാം. നമുക്ക് അധികം വന്നിട്ടുള്ള സ്പേസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ നമ്മൾ ഫോണ്ടിൽ പോയിട്ട് ഫോണ്ട് ഡയലോഗ് ബോക്സ് എടുക്കാം. ഫോണ്ട് ഡയലോഗ് ബോക്സ് എടുത്തിട്ട് കേണിംഗ് ഫോർ ഫോണ്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഒരു 12ലും എബവ് ആയിട്ട് സെറ്റ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ 16 സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ കൊടുക്കാം. നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടാവണം. നമ്മുടെ പാരഗ്രാഫ് സെലക്ട് ചെയ്യാം. അതിനുശേഷം നമ്മൾ അലൈൻമെന്റ്സ് സെറ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് പാരഗ്രാഫിന്റെ ഡയലോഗ് ബോക്സിൽ പോയിട്ട് ലൈൻസ് ആൻഡ് പേജ് ബ്രേക്സ് അഡ്ജസ്റ്റ് ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് ഹൈഫണേഷൻ ഓപ്ഷൻ ഓൺ ആക്കിയിടാം. ഇൻസേർട്ടിൽ പോയിട്ട് പേജ് ലേഔട്ട് മെനു എടുക്കുക. പേജ് ലേഔട്ട് മെനുവിൽ ഹൈഫണേഷൻ ഓട്ടോമാറ്റിക് അല്ലെങ്കിൽ മാനുവൽ സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോഴും നമുക്ക് ഈ അധികം വരുന്ന സ്പേസിനെ ഒഴിവാക്കാനായിട്ട് പറ്റും. അപ്പൊ നമുക്ക് ഈ സ്പേസ് ഒഴിവാക്കാനായിട്ട് പേജ് ലേഔട്ടിലെ ഹൈഫണേഷൻ ഓപ്ഷൻ ഓൺ ആക്കിയിടാം. ഓട്ടോമാറ്റിക് കൊടുക്കാം. അതല്ലെങ്കിൽ മാനുവലായിട്ട് സെറ്റ് ചെയ്യാം. നമുക്ക് അങ്ങനെ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. അതല്ലെങ്കിൽ നമുക്ക് ഫോണ്ട് ഹോമില് ഫോണ്ട് ഡയലോഗ് ബോക്സിൽ പോയിട്ട് കേണിംഗ് ഫോർ ഫോൺസ് അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഒരു 12ലും എബവ് ആയിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം. അതും അല്ലെങ്കിൽ നമുക്ക് ഓഫീസ് ബട്ടണിലെ വേർഡ് ഓപ്ഷൻ എടുത്തിട്ട് അഡ്വാൻസ്ഡ് ടാബിൽ പോയിട്ട് ലേഔട്ട് ഓപ്ഷനില് ഡോണ്ട് എക്സ്പാൻഡ് ക്യാരക്ടർ സ്പേസസ് ഓൺ എ ലൈൻ ദാറ്റ് എൻഡ്സ് വിത്ത് ഷിഫ്റ്റ് റിട്ടേൺ ഓക്കെ ആയിട്ട് സെറ്റ് ചെയ്യാം. ഇന്നത്തെ വേർഡ് ക്ലാസ് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം.